ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിലിംസ് എക്സാമിന് തയ്യാറാക്കിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. അടുത്ത ചോദ്യം: എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, വേമ്പനാട്ട് കായൽ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അടുത്തത്: താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിരയേത്? താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം ഇതാണ്: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, വിനോദ നികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണമാണ് വിനോദ നികുതി. അടുത്ത ചോദ്യം ഇതാണ്: ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അടുത്ത ചോദ്യം: പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, ശ്വാസകോശ ക്യാൻസർ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ശ്വാസകോശ ക്യാൻസർ. അടുത്തത്: താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആരവല്ലി നിരകൾ. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിരയാണ് ആരവല്ലി നിരകൾ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഉത്തര മഹാസമതലമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? മലനാട്, തീരപ്രദേശം, ഇടനാട്. അടുത്ത ചോദ്യം: കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഉത്തരം നോക്കൂ, നെല്ല്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഋതുക്കൾ. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ സി ആണ്, ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. അടുത്ത ചോദ്യം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ സി ആണ്, കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അറബിക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടൽ. അടുത്ത ചോദ്യം നോക്കാം. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാതൃഭൂമി. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് മാതൃഭൂമി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 26 ജനുവരി 1950. 26 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അവസാന ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനാണ് ബി.ആർ. അംബേദ്കർ. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഇതായിരുന്നു ആ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: കോർട്ടിസോൾ, തൈമോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ഇന്നത്തെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, രാജഗോപാലാചാരി, അംബേദ്കർ, സർദാർ പട്ടേൽ. ഇതിൽ നിന്നും ശരിയായ ഒരു ഉത്തരം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.